പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലത്തെ ദിവസം രാവിലെ അറിഞ്ഞത് നെല്ലിശ്ശേരി അച്ഛൻ്റെ മരണവാർത്തയാണ്. വ്യക്തിപരമായി ഞങ്ങൾ തങ്ങളിൽ ബന്ധമുണ്ടായിരുന്നു. എൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതി തന്നത് അച്ഛൻ മാത്രമല്ല, ഈ പരിശുദ്ധ കുർബാനയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അദ്ദേഹം നിരന്തരം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. നിങ്ങൾ അൽമായ സഹോദരങ്ങൾ ധീരതയോടെ നിൽക്കണം, സഭയ്ക്ക് വേണ്ടി നിൽക്കണം. കാരണം ഇത് കൊടിയ തിന്മയുടെ കാലമാണ്, സാത്താൻ കളിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസധീരന്മാരായി നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ ഇടവകയിൽ 3 വർഷം ഇരുന്ന അച്ഛനുമായിട്ട് വലിയ സന്തോഷം, വലിയ സ്നേഹത്തില്ല ആയിരുന്നു. എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തതും അച്ഛന് തന്നെ. അപ്പം ഞാനീ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മരണത്തെ ഒരു ധീരനായ ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു. ശ്രേഷ്ഠനെന്ന് തന്നെ പറയാം. കാരണം ആത്മാവും ആത്മീയതയും ഒന്നിച്ചു കൊണ്ടുപോകുന്നൊരു മനുഷ്യൻ. അച്ഛൻ കാണുമ്പോഴെല്ലാം വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും സംസാരിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചെന്നാൽ അത് എത്രയും വേഗം എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ്റെ വേർപാട് ഒത്തിരി സങ്കടമാകുമ്പോൾ ചില ദുഷ്ടജന്മങ്ങൾ, അവരുടെയൊക്കെ പേരിൽ പ്രകാശമുണ്ട്, പക്ഷേ ജീവിതത്തിൽ പ്രകാശമില്ല, വെളിവും ബോധവും ഇല്ലാത്ത തരത്തിൽ സംസാരിക്കുന്നു. ഈ നാട്ടിലെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അന്ധകാരത്തിൻ്റെ മക്കളായ കുറേ പുരോഹിതരും അവരിൽ നിന്ന് വല്ലതൊക്കെ നേട്ടം കൊയ്തെടുത്ത കുറേ മനുഷ്യരും, മാർപ്പാപ്പായുടെ അമ്മയുടെ വരെ പറയാൻ കഴിവുള്ള വളരെ തിന്മ പ്രവർത്തിക്കുന്ന കുറേ ജീവിതങ്ങൾ. ഇവനൊക്കെ മനുഷ്യനല്ലേ? ഞാൻ ചോദിക്കട്ടെ, സീറോ മലബാർ സഭയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഇങ്ങനെയല്ലേ? ഇന്നലെ ഉള്ളവർ ഇന്നിവിടെ ഇല്ല, ഇനി വരികില്ല, യാത്രക്കാരാ. എന്നിട്ട് ബോധമുള്ളവനോട്, ജാകാത്തവനോട് പറയുക, മുന്നിലതാ നിനക്ക് അവരുടെമാണ്, ഓർത്ത് ജീവിക്കുക. മരണത്തിൽ ഒരു വിശുദ്ധനായ പുരോഹിതനെ ആക്ഷേപിക്കുന്ന പ്രിയപ്പെട്ട പ്രകാശ് പി ജോൺ, നിങ്ങളുടെ ആ പ്രകാശം എന്നുള്ളിടത്ത് മാറ്റണം, അന്ധകാരത്തിൻ്റെ ജോണെന്നിടുന്നതാണ് കൂടുതൽ നല്ലത്. പബ്ലിക്കായിട്ട് ഇങ്ങനെ അച്ഛൻ്റെ സ്ഥാനം അപ്പൻ്റെ സ്ഥാനമാണെങ്കിൽ അപ്പനെ ഇതുപോലെ ആക്ഷേപിക്കാൻ ഒരുങ്ങുന്നെങ്കിൽ നിങ്ങളിലെ അന്ധകാരത്തിൻ്റെ വലിപ്പം എത്ര ഭയങ്കര. വേറെ ഒരു സഹോദരനെ എഴുതി വച്ചേക്കുന്നു, അദ്ദേഹം ചത്തുപോയി, അദ്ദേഹം അൽമായർക്കും സഭയ്ക്കും ഒരുപാട് നാണക്കേടും ഒക്കെ വരുത്തി എന്നൊക്കെ എഴുതി വച്ചേക്കുന്നു. സഭയോട് ചേർന്ന്, ദൈവത്തോട് ചേർന്ന് നിന്നതാ, അപ്പനെ അനുസരിച്ചതാണ് തെറ്റല്ലേ? എൻ്റെ പൊന്നു സഹോദരന്മാരെ, എല്ലാവർക്കും മരണമുണ്ടടാ. ആ ഒരു തിരിച്ചറിവെങ്കിലും ബോധത്തിൽ നമുക്കുണ്ടാകണ്ടേ? ഒരാൾ മരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടവകയിലിരിക്കുന്ന ദുഷ്ടനായ അദ്ദേഹമാണ് ഈ പാലാരിവട്ടം ഇടവക നശിപ്പിച്ചിട്ട് പോയത്. അദ്ദേഹം ജനത്തെയെല്ലാം വിളിച്ചു കൂട്ടി പരിശുദ്ധ കുർബാനയ്ക്ക് എതിരെ പുറംതിരിഞ്ഞിരുന്ന് ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയച്ച കള്ളനും ദുഷ്ടനുമായ മനുഷ്യൻ, വെപ്പുമുടിയും വെച്ചുകൊണ്ട് മനുഷ്യനെ പറ്റിക്കാനായിട്ട് നടക്കുന്ന ഒരു കള്ളൻ. പരിശുദ്ധ കുർബാനയെപ്പറ്റി 1000 പാട്ട് എഴുതി, പക്ഷേ പരിശുദ്ധ കുർബാനയെ പറ്റി 5 പൈസയ്ക്ക് ബോധമില്ലാത്ത മനുഷ്യൻ. പരിശുദ്ധ കുർബാന താഴെ വീണ് തിരുരക്തം പറ്റിയിട്ട് തൂത്തെടുക്കാത്ത മനുഷ്യൻ. കൈ പൊങ്ങാത്ത ഒരു വികലാംഗൻ്റെ കൈ, അയാളുടെ കയ്യിൽ തന്നെ പരിശുദ്ധ കുർബാന കൊടുക്കാൻ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പുറകിൽ നിന്ന് കയറി വന്നിട്ട് പറഞ്ഞു, അപ്പൻ്റെ കൈ പൊങ്ങത്തില്ല. അപ്പോൾ മാത്രമാണ് അദ്ദേഹം ആ നാവിൽ വെച്ചു കൊടുത്തത്. ഈ പുരോഹിതൻ തിരുരക്തത്തിൽ മുക്കി തിരുവോസ്തി കൊടുക്കും. കന്യാസ്ത്രീകൾക്ക് തിരുവോസ്തി മാത്രം കന്യാസ്ത്രീകൾ കൊടുക്കുന്നത് തിരുവോസ്തി മാത്രമായിട്ട്. ഇത്ര ദൈവത്തെയും ദൈവജനത്തെയും ആക്ഷേപിച്ചൊരു പുരോഹിതൻ ഈ പാലാരിവട്ടം എറണാകുളം പള്ളിയുടെ ശാപമായി വന്ന ഒരു നാശം. ഇദ്ദേഹം അന്ധകാരത്തിൻ്റെ മക്കളാണ്, വെളിച്ചത്തിൻ്റെ ദൂതനായി സാത്താനും വരുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ കൂട്ടത്തിൽ ചേരാൻ പറ്റുന്ന വാക്കുകളാണ്. അങ്ങനെ ഈ ഇടവകയെ നശിപ്പിച്ചിട്ട് പോയൊരു മനുഷ്യൻ അദ്ദേഹമാണ് ഇന്ന് പറഞ്ഞെന്ന് കേട്ടു. 30 കിലോമീറ്റർ ദൂരെയുള്ള അച്ഛൻ ഇരിക്കുന്ന പള്ളിയിൽ പോയി സിനഡ് കുർബാന ചൊല്ലിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് അടക്കിക്കോ. ഈ ചെകുത്താൻ്റെ തലയിലൊക്കെ എന്ത് വീഴാനിരിക്കുന്നു? കൂടുതൽ പറയുന്നില്ല. കാരണം മരണത്തിൻ്റെ മുൻപിൽ പോലും പകവച്ച് പുലർത്തുന്ന തിന്മയുടെ സാത്താൻ്റെ സന്തതികളെ
ഇതിനൊന്നും ദൈവം കണക്ക് ചോദിക്കാതെ വിടത്തില്ല. ദൈവം കണക്ക് ചോദിക്കുന്നതല്ല, വേലയ്ക്ക് കൂലി കിട്ടാതെ പോകത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തിരി സങ്കടത്തോടെ, ഇത്തിരി വേദനയോടെയാണ് അച്ഛൻ്റെ ആത്മാവിന് നിത്യസമാധാനം നേരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഒരുപാട് മക്കളെ ബലപ്പെടുത്തുകയും അനുസരണ എന്ന ബലി, അനുസരണ ജീവിത ബലിയായിട്ട് അർപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു മനുഷ്യൻ. ഒരുപാട് പീഡനങ്ങളേറ്റിട്ടാണ് പോണത്. ഒരു വലിയ വിശുദ്ധനായി സ്വർഗത്തിൽ കാണാമെന്ന പ്രതീക്ഷയോടെ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിയുന്നിടത്തോളം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ആമേൻ.